ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള പുതിയൊരു മോഡൽ നൈറ്റി നെക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാൻവാസ് യൂസ് ചെയ്തിട്ടും ക്യാൻവാസ് ഇല്ലാതെയും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നൈറ്റി നെക്കാണ്. അപ്പം നമ്മളിതിവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ 10 ഇഞ്ച് ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തുമുള്ള ഒരു ക്യാൻവാസ് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടൊന്ന് സെൻറ്റർ ചെറുതായിട്ടൊന്നൊരു നോച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിൻ്റെ നെക്കിൻ്റെ സെൻറ്ററും നമ്മൾ ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നൈറ്റി ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഒരു ഭാഗം നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ നൈറ്റി ഫാബ്രിക്കിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ 2.25 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അതിന് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 4.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റായിട്ട് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. 4.5 ഇഞ്ചിലേക്ക്. എന്നിട്ട് ഈ ഒരു 4.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ച് 6 ഇഞ്ചിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു കേർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മളിവിടെ നെക്കിന് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നെക്കിനോട് ചേർന്നിട്ട് ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെക്കിൻ്റെ അടിഭാഗം വരെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നെക്കിൽ നിന്ന് ഒരു 4 ഇഞ്ച് കൂടെ ലെങ്ത്ത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമ്മളെ യോക്കിന് വേണ്ടിയിട്ട്. ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതേപോലെ 1.25 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റിൽ നിന്ന് 4 ഇഞ്ച് കൂടെ ലെങ്ത്ത് എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മളിവിടെ യോക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഔട്ടർ ലൈനാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച അതേ ഷേപ്പിൽ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഉൾവശം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ 2 പാർട്സ് ആക്കി ഇവിടെ മാറ്റാം. ഓക്കെ, ഇതേപോലെ നമ്മൾ നെക്ക് 2 ഭാഗമാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നൈറ്റിയിൽ ഇതേപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളിവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ക്രോസ് പീസിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഉള്ള വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ പൈപ്പിംഗ് പോലെ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും അതേപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 2 സൈഡും ഞാനിവിടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റിയിലും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നൈറ്റിയുടെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ ക്രോസ് പീസ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നല്ല ഭാഗം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം തയ്യൽ തുമ്പൊക്കെ ഒന്ന് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമുക്ക് പൈപ്പിംഗ് എത്രത്തോളം പുറത്തേക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച നെക്ക് ഈ ഒരു നൈറ്റിയുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ നൈറ്റിൻ്റെ ഉൾവശത്തേക്ക് 1/2 ഇഞ്ച് ഇതേപോലെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം കയറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നീങ്ങി പോകാതാക്കാൻ വേണ്ടി ഇതേപോലെ മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് ഈ ഒരു നെക്ക് ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നൈറ്റിയുമായിട്ട്. ഇപ്പം ഞാനിതവിടെ നൈറ്റിയുമായിട്ട് നെക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ ഒരു 2 ഇഞ്ച് വീതിയുള്ള ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നെക്കിൻ്റെ ഉൾവശം കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഫാബ്രിക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 2 ഇഞ്ച് വീതിയിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നെക്കിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ മുകൾ വശം കൂടെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഇതിൻ്റെ മുകൾ വശം ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നെക്കിൻ്റെ സെൻറ്ററിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് നൈറ്റിയായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.